നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. രാജി വേണ്ട, മാറ്റി നിർത്തി. പീഡനക്കേസിൽ അറസ്റ്റിലായ കോവളം MLA എം വിൻസെന്റിനെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി KPCC. നടപടി ഉന്നത ജനാധിപത്യ മര്യാദ പാലിച്ചു കോടതി കുറ്റവിമുക്തനെന്ന് വിധിക്കും വരെ. വിൻസെന്റ് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് MM ഹസൻ. വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗം. ഇതിനു പിന്നിൽ നെയ്യാറ്റിൻകര MLAയും CPM നേതാക്കളും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും MM ഹസൻ. വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ മുറവിളി കൂട്ടുന്നതിനിടയിലെ പാർട്ടി നടപടി കോൺഗ്രസിൽ പുതിയ വിഭാഗീയതയ്ക്ക് വഴിവെക്കുമെന്ന് സൂചന. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം M വിൻസെന്റ് MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട്. നെയ്യാറ്റിൻകര കോടതി 14 ദിവസം റിമാൻഡിൽ അയച്ച MLA ഇപ്പോൾ നെയ്യാറ്റിൻകര സബ് ജയിലിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി M വിൻസെന്റ്. ഉഴവൂർ വിജയൻ അന്തരിച്ചു. NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അന്തരിച്ചു. നർമ്മത്തിന്റെ മേമ്പടിയുള്ള പ്രസംഗങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ കയ്യൊപ്പ് ചേർത്ത നേതാവിന്റെ വിയോഗം രാവിലെ 7 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വൈകിട്ട് 4 വരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് പൊതുദർശനം. ഭൗതികദേഹം നാളെ ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കരൾ രോഗത്തെ തുടർന്ന് ഉഴവൂർ വിജയനെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ മാസം 11-ന്. രോഗം മൂർച്ഛിച്ചതോടെ അദ്ദേഹത്തെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. KSUവിലൂടെ പൊതുരംഗത്തെത്തുകയും കോൺഗ്രസിലൂടെ രാഷ്ട്രീയ വളർച്ച നേടുകയും ചെയ്ത വിജയൻ NCPയിലെത്തിയത് കോൺഗ്രസ് എസിലൂടെ. യാത്രയായത് ഇടതുപക്ഷത്ത് ചാഞ്ചല്യമില്ലാതെ നിന്ന നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായിയും രാഷ്ട്രീയ സങ്കീർണതകളെ നർമ്മത്തിലൂടെ മറികടന്ന നേതാവെന്ന് രമേശ് ചെന്നിത്തലയും. ഉഴവൂർ വിജയൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവെന്ന് MM ഹസൻ. നഷ്ടമായത് ഏറ്റവും അടുത്ത സുഹൃത്തിനെയെന്ന് MA ബേബിയും ആത്മാർത്ഥത കാത്തുസൂക്ഷിച്ച നേതാവെന്ന് കാനം രാജേന്ദ്രനും. കോഴയുടെ വഴിതിരഞ്ഞ്. BJPയെ കുരുക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ അന്വേഷണം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് സംസ്ഥാന ഘടകം. അന്വേഷണവും നടപടിയും ഏതു വിധത്തിൽ വേണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിനിടെ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം CBI അന്വേഷിക്കുമെന്നും റിപ്പോർട്ട്. ഡൽഹിയിൽ BJP നേതാക്കളുടെ ഏജന്റായി ചമഞ്ഞ സതീഷ് നായരെ കേന്ദ്രീകരിച്ച് ഇന്റലിജൻസ് അന്വേഷണം. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ ഇയാൾ നേരത്തെയും പാർട്ടിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി സംശയം. രാജ്യതലസ്ഥാനത്ത് ഗാസിയാബാദ് ഉൾപ്പെടെ പലയിടത്തും സതീഷ് നായർക്ക് വീടുള്ളതായും വിവരം. ചരിത്രമെഴുതാൻ പെൺപട. 34 വർഷം മുൻപ് കപിലും കൂട്ടരും വിൻഡീസിനെ തകർത്ത് കിരീടം സ്വന്തമാക്കിയ ലോർഡ്സിന്റെ മണ്ണിൽ കന്നിക്കിരീടത്തിന് കച്ചകെട്ടി മിതാലിയും സംഘവും. യോഗ്യതാ മത്സരത്തിൽ 6 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ വീഴ്ത്തി ഫൈനലിലേക്ക് കുതിച്ച ഇന്ത്യൻ വനിതകൾ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ ആരാധകരുടെ ആകാംക്ഷ വീണ്ടും ആ ചരിത്ര മുഹൂർത്തം പിറക്കുമോ എന്ന്. ആതിഥേയരെ ബാറ്റിംഗ് ചൂടിൽ വട്ടം ചുറ്റിക്കാൻ ഓസീസ് വനിതകളെ നിലം പരിശാക്കിയ ഹർമൻപ്രീത് കൗർ, ഇംഗ്ലണ്ടിനോട് സെഞ്ചുറി കുറിച്ച 21-കാരി സ്മൃതി മന്ദാന, ദീപ്തി ശർമ്മ, വേദ കൃഷ്ണമൂർത്തി എന്നിവർ. വിക്കറ്റ് വേട്ടക്കാരി ജൂലൻ ഗോസ്വാമിയും പൂനം റാവത്തും ചേരുമ്പോൾ പെൺപട പൂർണ്ണസജ്ജം. ആദ്യ റൗണ്ടിൽ തന്നെ ആതിഥേയരെ മുട്ടുമടക്കിച്ച വീര്യം ലോർഡ്സിന്റെ പച്ചപ്പിൽ ഇന്നും വീണ്ടെടുക്കാനായാൽ ലോകകപ്പ് അനായാസം മിതാലിതയ്ക്കും കൂട്ടർക്കും മാറോടണയ്ക്കാനാകുമെന്ന് വിലയിരുത്തൽ. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.